വലൈക്കും വറഹമത്തുള്ള. ഫാത്തിമ കുഞ്ഞൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു കൊച്ചു ക്വാർട്ടേഴ്സിലെ ഒരു കൊച്ചു നോമ്പർപ്പിക്കലിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വലിയതായിട്ട് നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തികമായിട്ടുള്ള കുറവും അതേപോലെ തന്നെ ഇവിടുത്തെ സൗകര്യക്കുറവും ചെറിയൊരു ക്വാർട്ടേഴ്സാണ്. അതിനനുസരിച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരിനെ വിളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് ആൾക്കാരിനെ വിളിക്കണം, നോമ്പർപ്പിക്കൽ നന്നായി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത കൊല്ലം ആകുമ്പോഴത്തെങ്കിലും പുതിയ വീട്ടിലിരുന്നിട്ട് എല്ലാവരെയും നോമ്പറക്കാൻ വേണ്ടിയിട്ട് വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഇന്ന് കുറച്ച് പേരുള്ള ഉമ്മ, ഉപ്പ, അതേപോലെ എൻ്റെ അവിടുത്തെ ഉമ്മ, അനിയത്തിയുടെ മോൾട്ടി ഉണ്ടാവും. അതേപോലെ ഇവിടുത്തെ എൻ്റെ അക്കാൻ്റെ ഏട്ടന്മാർ 2 ആൾക്കാരുണ്ട്. അവരുടെ ഒരാളുടെ 3 മക്കളും ഒരാളുടെ 1 മോളും. അതേപോലെ എൻ്റെ അക്കാക്ക് 2 പെങ്ങന്മാരുണ്ട്, വലിയാത്തിയും കുഞ്ഞാത്തിയും. അതിൽ മൂത്ത താത്തി മോളും വരും. രണ്ടാമത്തെ താത്താക്ക് വരാൻ പറ്റില്ല, ആൾക്ക് വരണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അവിടുത്തെ ഉമ്മാക്കും ഉപ്പാക്കും തീരെ വയ്യാത്ത കാരണം താത്തി അളിയനും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 താത്താരാണുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അപ്പോൾ അവരില്ല. പിന്നെ ഇവിടുത്തെ ഞങ്ങളും ഒപ്പിരുത്താൻ നോമ്പല്ലേ, നോമ്പിന് നമുക്ക് എല്ലാവരും ഒപ്പിരിക്കേണ്ടതാണ്. അപ്പോൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ സമയത്ത് എല്ലാവരും കൂടി ഒരേപോലെ ഇരുന്ന് ഒപ്പം നോമ്പറക്കാനുള്ള സൗകര്യം അള്ളാഹു വിശാലമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമുക്ക് നോമ്പറക്കലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഫുള്ള് ബിസി ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൗകര്യങ്ങളും കുറവാണ്. അതേപോലെ അടുപ്പൊന്നേ ഉള്ളൂ, ഒരു ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ ഫുഡും നമ്മൾ റെഡിയാക്കണം. അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് ഇൻഷാ അള്ളാഹ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കാണിച്ച് തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. നോമ്പറക്കൽ ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. രാവിലെ 6 മണി കേട്ടോ. ബില്ലിടുകയാണേ, നോമ്പറപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പേടിക്കാനുള്ള ബില്ലിട്ടുകൊണ്ടിരിക്കുക. ആദ്യം ബീഫ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബീഫൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് കറി ആദ്യം വെക്കാൻ വിചാരിച്ചു. പതുക്കെ തീരെ കിടന്നിട്ട് അങ്ങനെ റെഡി ആയിക്കോട്ടെ. എല്ലാം കൂടിയിട്ട് വെക്കണം, കാണിക്കാൻ ഒഴിവുണ്ടാവില്ല കേട്ടോ. ചെറിയൊരു അടുക്കളയുണ്ട്, ഇതിലെല്ലാം സെറ്റായിട്ട് വന്നിട്ട് വേണ്ടേ. അപ്പോൾ എല്ലാം കൂടി കാണിക്കാനൊന്നും ഒഴിവ് കിട്ടില്ല. ഓരോന്നോരോന്ന് ആവണത് കാണിക്കാം കേട്ടോ. നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു, കാരണം ഓരോന്നോരോന്ന് വെച്ച് ആയിട്ട് വേണ്ടേ. ഒരു ഗ്യാസ് മാത്രം തന്നെ ഉള്ളൂ, അതിലെല്ലാം സെറ്റായിട്ട് വേണം. അപ്പോൾ ഓരോന്നോരോന്നൊക്കെ ഇത് അവിടെ പഴം പുഴുങ്ങി കോഴി കഴുകാൻ പോവാണ് കേട്ടോ. കോഴി ചില്ലി ഉണ്ടാക്കാന്ന് വിചാരിക്കണത്, ബീഫ് കറിയാണ് ഉണ്ടാക്കണത്. ചിക്കൻ ഇതവിടെ മസാല പരട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സവാള ദമ്മ അങ്ങനെ കുനുകുനാ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബോണ്ട ഉണ്ടാക്കണം, അപ്പോൾ അതിലേക്കുള്ളതൊക്കെ അരിയാണ്. പിന്നെ ഉള്ളിവട ഉണ്ടാക്കണം. ഉള്ളിവട ഉണ്ടാക്കണേക്കും പോയിട്ട് അരിയാണ് കേട്ടോ. ബീഫ് ഇതവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പൊക്കുവടക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇത് വാട്ടുകയാണ് കേട്ടോ. പൊക്കുവട ഉണ്ടാക്കാതെ പൊക്കുവട അല്ല കേട്ടോ, തെറ്റിപ്പോയി. ബോണ്ട ഇതാ ഉരുളൻകിഴങ്ങ് ഇതവിടെ ഉടക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. കട്ടുള്ളിക്ക് അമ്മ വന്നു കേട്ടോ. അമ്മതാ ആരുമില്ല വീഡിയോയില്. ഉമ്മക്കൊരു പണി കൊടുത്തതാ, കടല വറക്കാൻ. ഇവിടെ കണ്ട് വൃത്തിയാക്കിയിട്ടാ വിചാരിച്ചതിൻ്റെ ഇടയിൽ കേട്ടോ. ഈ ബെഡൊക്കെ നേരെ വെച്ചിട്ട് വേണം കട്ടല അങ്ങോട്ട് ചെരിച്ച് വിടണം. കാരണം ആകെ ഈ ഒരു സ്ഥലവും ഈ ഒരു റൂമിലും പിന്നെ ഹാളിലുള്ള ടേബിളുമ്പോഴാണ് ഇപ്പോൾ നോമ്പറക്കാൻ ഇരുത്താൻ പറ്റുള്ളൂ. കാരണം സൗകര്യം കുറവല്ലേ. അപ്പോൾ ഇവിടെ നിലത്തിരിക്കും ചെയ്യുക. ഇവിടെ ഒന്ന് അടിച്ചോര് തുടച്ചിടണം. ഈ കട്ടല അങ്ങോട്ട് ചെരിച്ച് അങ്ങോട്ട് നീക്കി വെക്കണം. കട്ടുമ്പത്തൊക്കെ മറ്റേ റൂമിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് മറിച്ചിട്ട് ഈ റൂം അങ്ങോട്ട് വട്ടത്തിൽ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സൗകര്യം കിട്ടുമല്ലോ വെച്ചിട്ടാണ്. അങ്ങനെ കട്ടിലൊക്കെ തിരിച്ച് റെഡിയാക്കിയിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലായിടത്തും തുടച്ച് ഉമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഹാളും അടുക്കളൊക്കെ ഒരുവിധം പകുതി പണികളൊക്കെ കഴിഞ്ഞ് പത്തിരിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചൊക്കെ സെറ്റാക്കിയിട്ട് ഉമ്മ നിസ്കരിക്കുന്നുണ്ട്. ഞാൻ കുളിച്ച് നിസ്കരിക്കണം, എന്നിട്ട് വേണം ബാക്കി പണിക്ക് നിൽക്കാൻ. ഇറച്ചി അവിടെ ഇങ്ങനെ വെന്ത് തിളച്ചും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബോണ്ടൊക്കെ ഉള്ളത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, മസാല ഒക്കെ ഇതാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മാവൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അതിൽ മുക്കിയിട്ട് പൊരിക്കും. പത്തിരി ഇതവിടെ പരത്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും പരത്താനുണ്ട്. പത്തിരി ചൂടാനുള്ള കല്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉന്നക്കായൊക്കെയുള്ള കൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നക്കായ ഉണ്ടാക്കാനുള്ള കൂട്ട് ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട്ടിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇരിക്കാമല്ലോ, ഞങ്ങൾക്കും കുട്ടികൾക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഒക്കെ ഇരിക്കാം. പിന്നെ വലിയവർക്കൊക്കെ അവിടെ ടേബിളിൻ്റെ മുകളിലും ഇരിക്കുക, അങ്ങനെയാണ് വിചാരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാവോ? ബോണ്ട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാൻ കേട്ടോ. കറണ്ട് പോയി മക്കളെ, കറണ്ട് പോയി. വെളിച്ചടിച്ചിട്ടാ നോമ്പറക്കണ നേരത്തെ കറണ്ട് പോയിട്ടേ. അൽഹംദുലില്ലാ കറണ്ട് വന്നു. നോമ്പറക്കണ നേരത്ത് കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇല്ലാത്ത കുറച്ച് നല്ലോണം ഇടങ്ങാറായി. ജ്യൂസൊക്കെ അടിച്ചുണ്ടാക്കാൻ പെട്ട പാട്. ജ്യൂസൊക്കെ ലാസ്റ്റ് ടൈമിലെ പകുതി അടിച്ചത്. കുട്ടികളൊക്കെ ഫോണും ലൈറ്റൊക്കെ കത്തിച്ചിട്ടാണ് ഇതൊക്കെ സെറ്റാക്കുന്നത് കേട്ടോ, എല്ലാ മക്കളും കൂടിയിട്ട്. ഏട്ടൻ്റെ മക്കളെല്ലാവരും വന്നു, കുഞ്ഞുമ്മ വന്നു, ഉമ്മ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, താത്ത വന്ന്, താത്തയുടെ മോള് വന്ന്, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ സെറ്റാക്കി തന്നു കേട്ടോ. അൽഹംദുലില്ലാ. ഇമ്മ മക്കനൊത്തട്ടേന്ന്, ഇമ്മ മക്കനത്തിരിക്കും, ദിന് മുഖം പോട്ടെ. കുഞ്ഞുമ്മ നോമ്പറന്നില്ലേ? എന്താ പാട്? റാത്തല്ലേ? റാത്ത്. താത്ത ഇവിടെ മുണ്ടാതിരിക്കണ്ടല്ലേ? താത്ത അനിയനെ മുണ്ടാതിരിക്കണ്ട്. കുഞ്ഞുമ്മ ചോറിടണില്ലേ? പത്തിരിയും കറിയൊക്കെ ഇഷ്ടായ? കഴുത്തൊക്കെ ചെറുതാക്കി അടിച്ച്
ചെറുതായിട്ട് കണ്ണീത് കാണുന്നതാ ഇത് ഞാൻ പറഞ്ഞു നോക്കണ്ട. ആ ഇത് സൈലന്റ് ആക്കൂലേ? എന്താ മോളെ നല്ല തട്ടലല്ലേ അല്ലേ? എന്താ മോളെ ദിലിയ തട്ടല്ലേ? ഇനിട്ടിയേ ഞങ്ങക്ക് ചോറിടണില്ല? ചോറ് കുറച്ച് തൈര് ഒഴിച്ചിട്ട് കുറച്ച് മോര് ഒഴിച്ചിട്ട് വേണ്ട? എന്താ പറയുക എത്തിച്ചു നോക്കണ്? നീയാക്കോ കുറച്ച് തൈര് ഒഴിച്ചിട്ട് മോരൊഴിച്ചിട്ട് ആ എന്താ കട്ടൻ ചായ കുടിക്കുകയാണ്. എന്തിന്? കുഞ്ഞുമ്മ അസ്സലാമു അലൈക്കും. ആ ആയിക്കോട്ടെ. ടാറ്റ ടാറ്റ. അൽഹംദുലില്ലാ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ യുദ്ധങ്ങളും കഴിഞ്ഞ് നമ്മളുടെ സ്ഥിരം സ്ത്രീകളുടെ അടുത്ത പരിപാടി തുടങ്ങാൻ ആരംഭിക്കുകയാണ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യലാണ് നമ്മുടെ അടുത്ത പരിപാടി അല്ലേ? കിടക്കുന്ന കിടത്തം കണ്ടില്ലേ മക്കളെ? അതൊക്കെ ഉണ്ട്. ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ, ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതാണ് ഇനി അടുത്ത പരിപാടി. അതോടുകൂടി ഇന്നത്തെ നോമ്പറപ്പിക്കൽ അവസാനിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. ഇവിടെ അതാ എൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അവരിപ്പോൾ അതാ എല്ലാം കഴിഞ്ഞിട്ടപ്പോൾ കഴിക്കണത്. അതും കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്ക് നിൽക്കാൻ. മോളുട്ടിയും മോളൊക്കെ കഴിക്കുകയാണ്. പൊന്നു പിന്നെ ആദ്യം കഴിച്ചില്ലേ പൊന്നോ? അല്ല പൊന്നോ? അവിടെ പാത്രങ്ങളൊക്കെ പരന്നിട്ട് കിടക്കാണ്ടാക്കുമ്പോൾ പിന്നെ അതൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ പോയി ഇരുന്നോളി. ഈ പറഞ്ഞ പോലെ രാവിലെ തുടങ്ങിയതാ എൻ്റെ കൂടെ ഓരോന്നൊക്കെ ചെയ്യൽ. ഓരോന്നൊക്കെ അല്ല കേട്ടോ, നന്നാക്കലും പിടിക്കലൊക്കെ ഫുള്ളും തന്നെയായിരുന്നു. പാവം പത്തിരി ഉണ്ടാക്കലും. ഉമ്മാക്കും നല്ല വയ്യാണ്ടായിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എനിക്കും വയ്യാണ്ടായിക്കണമെന്ന്. ഞാൻ രാത്രിയിലാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കണത്, വോയിസ് റെക്കോർഡൊക്കെ. അപ്പോൾ തന്നെ എൻ്റെ ശബ്ദമൊക്കെ പോയി, ഞാൻ ഫുള്ള് പോയിക്കണം കയ്യിൽ നിന്ന്. ആ പാത്രം കഴുകിയിട്ട് പകുതിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഉമ്മയും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ആ സമയമായപ്പോഴാണ് കുറച്ച് വിശക്കൽ തുടങ്ങിയത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് നല്ലൊരു പടച്ചു. കാരണം എത്ര മണി 10, 10:30, 11 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയുടെയും പോയി കിടന്നോളാൻ പറഞ്ഞ്. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കുറേ പാത്രങ്ങളൊക്കെ പിന്നെ കഴുകാണ്ടായിരുന്നു, വലിയ പാത്രങ്ങളും. അൽഹംദുലില്ലാ മക്കളെ ഞാൻ പിന്നെ ഫുള്ള് കഴുകി. അടുക്കളയത് യുദ്ധം കഴിഞ്ഞു. നേരെ 1 മണി ആവാറായിട്ടോ. കഴിയാതെ കിടന്ന സമാധാനം ഉണ്ടാവില്ല. ഒരുവിധമൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നാളെ കുളിച്ച് നിസ്കരിച്ച് കിടക്കണം. ഇനി കിടന്ന എന്തെങ്കിലും അറിയില്ല. ഇപ്പം തന്നെ ഒരു കുടം വെള്ളം കുടിച്ച് കിടക്കണമെന്ന്. ഇനി അത്തായൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.